മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ നാഹൂം 1:2 നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് നാഹൂം ചാപ്റ്റർ 1 വേഴ്സ് 2. കർത്താവ് അസഹിഷ്ണുവായ ദൈവവും പ്രതികാരം ചെയ്യുന്നവനുമാണ്. കർത്താവ് പ്രതികാരം ചെയ്യുന്നവനും ക്രോധം നിറഞ്ഞവനുമാണ്. കർത്താവ് തന്റെ വൈരികളോട് പകരം വീട്ടുകയും ശത്രുക്കൾക്ക് വേണ്ടി ക്രോധം കരുതി വയ്ക്കുകയും ചെയ്യുന്നു. അസീറിയയുടെ തലസ്ഥാനമായിരുന്ന നിനിവെ പട്ടണത്തെ ബാബിലോൺ സൈന്യം BC 612 കീഴടക്കി. ഈ സംഭവം കണ്ട പ്രവാചകൻ ദൈവം അവരെ അവരുടെ അനീതി നിമിത്തം ശിക്ഷിച്ചതാണെന്ന് പറഞ്ഞു. അസീറിയക്കാർ ക്രൂരത പ്രവർത്തിക്കാൻ മടിച്ചിരുന്നില്ല. ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ തകർത്ത് കൊള്ള ചെയ്ത് നിനിവേയ്ക്ക് കൊണ്ടുപോയി. BC 722 അവർ ഇസ്രായേലിനെ ആക്രമിച്ച് സമറിയയെ നശിപ്പിച്ചു. അവരുടെ ഈ അക്രമപ്രവൃത്തിയുടെ ഫലമാണ് ബാബിലോൺ അവരെ ആക്രമിച്ചപ്പോൾ അവർക്ക് ലഭിച്ചത്. മഹാനഗരമായ നിനിവേയുടെ അഹങ്കാരത്തെ തകർത്ത ദൈവം അനീതി പ്രവർത്തിക്കുന്ന ഏത് അഹങ്കാരിയുടെയും മേൽ നിശ്ചയമായും ന്യായവിധി നടത്തും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ബലഹീനരെ ബലവാന്മാർ നീതിരഹിതരായി ഉപദ്രവിച്ചാൽ അതിന് തക്ക ശിക്ഷ ദൈവം കൊടുക്കാതിരിക്കുകയില്ല. നമുക്കെതിരായി വൻ ശക്തികൾ വന്നാലും നാം ഭയപ്പെടരുത്. ദൈവത്തിന്റെ കൈ ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തമാണ്. ഹിറ്റ്ലർ ആയിരക്കണക്കിന് യഹൂദന്മാരെ കൊല ചെയ്യുകയും അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് തോൽപ്പിക്കുകയും ചെയ്ത ശേഷം ഇംഗ്ലണ്ട് ആക്രമിക്കുവാൻ പരിപാടി തയ്യാറാക്കി. അവസാന നിമിഷം ഹിറ്റ്ലർ തന്നെ പരിപാടിക്ക് മാറ്റം വരുത്തി. സൈന്യത്തെ റഷ്യയിലേക്ക് അയച്ചു. അവിടെ പോയ സൈന്യം മുഴുവൻ നശിച്ചു. ഹിറ്റ്ലർ അവസാനം ആത്മഹത്യ ചെയ്തു. ലോകത്തെ ഭയപ്പെടുത്തിയ ഹിറ്റ്ലറിന്റെ കഴിവിനെ ഇല്ലാതാക്കിയ ദൈവം ദുഷ്ടന്മാരുടെ എല്ലാ പരിപാടികളെയും തകർക്കുവാൻ കഴിവുള്ളവനായി ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ശത്രു എത്ര ഭയങ്കരനായിരുന്നാലും ഭയപ്പെടരുത്. ദൈവം ന്യായവിധി നടത്തും. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. നമ്മുടെ ജീവിതം തെറ്റിലേക്ക് തിരിയാതിരിക്കുവാൻ സൂക്ഷിച്ചാൽ മതി. തീക്ഷ്ണതയുള്ള ദൈവം പ്രതികാരം ചെയ്യും. നാം തന്നെ പ്രതികാരത്തിന് ഒരുങ്ങരുത്. പ്രതികാരം ദൈവത്തിനുള്ളതാണ്. സകലവും അറിയുന്ന ദൈവം തക്ക സമയം വരുമ്പോൾ മാത്രമേ ഇടപെടുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിനായി വിടുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.